ബിഗ് ബോസ് എന്നെ ക്യാപ്റ്റനാക്കി അനീഷേട്ടാ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ എനിക്ക് മറ്റുള്ള ക്യാപ്റ്റനെ നിയന്ത്രിക്കാൻ ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അവർ ചെയ്യുന്ന തെറ്റിന് ഞാനെന്ത് ചെയ്യാനാ? ഞാനെന്ത് തെറ്റ് ചെയ്തത്? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാറ്ററി മാറുന്നുണ്ട്, പ്ലാസ്റ്റിക് കവറില്ലെങ്കിൽ അത് പോയി കേൾക്കുന്നുണ്ട്, ഞാൻ എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിൽ കൊണ്ടിരുത്തുന്നുണ്ട്, ബിഗ് ബോസ് എല്ലാവരും എത്തിയെന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്തവരെ പോയി നിർബന്ധിച്ച് വാ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ കടമകൾ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരാൾ ചീത്തയായ 3 ക്യാപ്റ്റനെയും കൂടെ എന്തിനാണ് അനീഷേട്ടാ കുറ്റം പറയുന്നത്? അതെന്ത് ന്യായമാണ്? ഇപ്പോൾ അനീഷേട്ടനും ഷാനവാസികയും കൂടെ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ മാറി എന്നിട്ട് പറയാണ്, അനീഷേട്ടനാണ് സംസാരിക്കുന്നത്, ഷാനവാസിക മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറയാണ്, ഈ ഷാനവാസും അനീഷും എന്തുവാ മണ്ടന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഷാനവാസ് ഒന്നും മിണ്ടാതെ മാറിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഷാനവാസ് വിചാരിക്കത്തില്ലേ, എന്നെ എന്തിനാണ് അവൻ മണ്ടനെന്ന് വിളിക്കുന്നത്, ഞാനൊന്നും മിണ്ടിയില്ലല്ലോ എന്ന്. ഇപ്പം ഇവിടെ അതാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു. ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ 2 ക്യാപ്റ്റൻ പൊട്ടത്തരം കാണിച്ചാൽ ഞാനും പൊട്ടനാണെന്നാണോ? എനിക്ക് എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ അറിയാം അനീഷേട്ടാ. എല്ലാവരും ഇപ്പം എന്ത് പറഞ്ഞാലും പറയും 3 ക്യാപ്റ്റന്മാരും ഭക്ഷണം തന്നില്ല, 3 ക്യാപ്റ്റന്മാരും ജോലി ചെയ്യത്തില്ല, 3 ക്യാപ്റ്റന്മാരും കള്ളന്മാരാ. ഇതെന്ത് പറച്ചിലാണ്? ഒരു ക്യാപ്റ്റൻ വേസ്റ്റായി പോയാൽ 3 ക്യാപ്റ്റനും വേസ്റ്റാണോ അനീഷേട്ടാ? അല്ലെങ്കിൽ 2 ക്യാപ്റ്റൻ വേസ്റ്റ് ആണെങ്കിൽ 3ാമത്തെ ആളും വേസ്റ്റാണോ? ഞാൻ എന്ത് ചെയ്യാനാണ്? ബിഗ് ബോസ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനല്ല അതൊന്നും ചെയ്തത്. എന്നോട് അവൻ വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞ് ഞാൻ വെള്ളം കൊണ്ട് കൊടുത്ത്. ഞാൻ കൊണ്ടുവന്ന വെള്ളമല്ല അവൻ ബെഡിലൊഴിച്ചത്. അപ്പോൾ അതും എൻ്റെ തലയിലായില്ലേ? ഇപ്പം ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തിട്ടാണ് അവൻ ഒഴിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ എന്തുവാ അനീഷേട്ടാ? ഞാൻ കൈയടിച്ച്, അതിപ്പോൾ ഒരു കോമഡി കാണുമ്പോൾ ഞാൻ കൈയടിക്കും, അത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ കൈയടിച്ച് ബഹളം ഉണ്ടാക്കിയില്ലെന്നാണ് അനുമോട് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു തെറ്റാണോ? എനിക്കറിയത്തില്ല അനീഷേട്ടാ, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അറിയാൻ വയ്യ. എന്നെ ഒറ്റയ്ക്ക് ക്യാപ്റ്റനാക്കിയാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുമോ? എനിക്ക് അത് ഗ്രൂപ്പായിട്ടൊരു കാര്യം തീരുമാനിക്കുമ്പം എനിക്ക് ആ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? 2 പേര് ഒരു കാര്യം തീരുമാനിക്കുക, അപ്പം ഞാൻ മാത്രം പറ്റത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പം തന്നെ അക്ബറുമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അക്ബറുമായിട്ട് അത് സോൾവ് ചെയ്യ്. നിങ്ങൾ എന്തിനാണ് 3 ക്യാപ്റ്റന്മാരെ പറയുന്നത്? അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെയും കൂടെ അതിനകത്ത് ചേർക്കുന്നത്? ഒരാളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നാൽ അവരെ പറയേ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അനീഷേട്ടനോട് പറയുകയാണ്. അനീഷേട്ടൻ എല്ലാം കേട്ടിരിക്കുന്നു, ഒരക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല, പാവം, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനീഷേട്ടനെ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചാണ്. ക്യാപ്റ്റൻസി വരുമല്ലേ, ജയിൽ നോമിനേഷനൊക്കെ വരുമല്ലേ, അതായിരിക്കാം ഇങ്ങനൊരു സംസാരം. ലാസ്റ്റ് എല്ലാം കേട്ട് കഴിയുമ്പം അനീഷേട്ടൻ പറയുന്നുണ്ട്, ഞാനേ ആര്യന് എന്തോ പറയാനുണ്ട്, പക്ഷേ ആര്യനെ കേൾക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആര്യനെ ഇങ്ങനെ തട്ടുന്നു. എന്നിട്ട് ആര്യൻ പറയുന്നു, താങ്ക് യു ചേട്ടാ, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ കേൾക്കാൻ വന്നല്ലോ, എനിക്കിഷ്ടപ്പെട്ടെന്ന്. അടിപൊളി ചേട്ടാ, എനിക്കിഷ്ടപ്പെട്ട ചേട്ടാ, ഇനിയും വാ ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടൻ എന്നെ കേട്ടിരിക്കുന്നതിന്.